ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ തീ പിടിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. രാത്രി കിടക്കുമ്പോൾ തന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടാണ് കിടക്കൽ. എന്നാലും രാവിലെ ഒന്ന് നീക്കുമ്പോൾ ഒന്ന് തുടച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനമല്ല കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതുകൊണ്ട് തന്നെ എലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. കാരണം ഞങ്ങൾ അടുക്കള കുറച്ച് താഴ്ന്നതായതുകൊണ്ട് തന്നെ എലീൻ്റെ ശല്യമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് തീയും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കൽ. അപ്പോൾ ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് വെണ്ണീരും കാര്യങ്ങളൊക്കെ വാരിയതിന് ശേഷം ഇതാ തീ പിടിപ്പിക്കാൻ വേണ്ടി വിറകും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾക്ക് വിറകിനും കാര്യത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം എന്തായാലും കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. പൊതുവേ രാവിലെ നീക്കുമ്പോൾ നല്ല തണുപ്പാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തീയാണ് കേട്ടോ പിടിപ്പിക്കുക. കുറച്ച് തീ കൊള്ളും ചെയ്യുക എന്നുള്ള രീതിയിലാണ് രാവിലെ തന്നെ നീക്കുമ്പോൾ തീയും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ തീ ചിലപ്പോൾ ഒന്ന് കത്തി പിടിക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. അപ്പോൾ അതാ തീ കത്തി പിടിപ്പിക്കുന്നുണ്ട്. രാവിലെ നീക്കുമ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ കുളിക്കാൻ ചൂടുവെള്ളം നിർബന്ധമാണ്. അപ്പോൾ കുളിക്കാനും കുടിക്കാനും എല്ലാം കൂടെ കണ്ടിട്ടാണ് രാവിലെ വെള്ളം വെക്കുക. അപ്പോൾ ഇത് തിളച്ച് നല്ലോണം ചൂടായതിന് ശേഷമാണ് ചോറിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ കുളിക്കാനും കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴേക്ക് ഇതാ ചായക്കുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു കലം ചായ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചായക്ക് വെള്ളം വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് വെക്കൽ. അതുകൊണ്ട് തന്നെ മധുരം പാകത്തിന് കിട്ടുകയും ചെയ്യും. ചായയൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം ഇതാ കുറച്ച് പയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് ചായക്ക് കടി പുട്ടും ചെറുപയറാണ്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇതിനി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ അങ്ങോട്ട് വേവിച്ചെടുക്കും. ആ സമയം കൊണ്ട് ഇതാ പുട്ടിനുള്ള പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പുട്ടിനുള്ള പൊടി വീട്ടിൽ പൊടിച്ച പൊടി തന്നെയാണ് കേട്ടോ. അങ്ങനെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി മക്കളെയൊക്കെ സ്കൂൾ പറഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഇതാ പുഴയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം പോത്തും കുട്ടികളെ ഒന്ന് നോക്കി കൊടുക്കണം. ഏട്ടന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം വരെ വന്ന് നോക്കുക പറഞ്ഞിട്ട് ഞാൻ ലച്ചുമോളും കൂടെ പുഴയ്ക്ക് പോന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ. പോത്തും കുട്ടികളായാലും മാടും കുട്ടികളായാലും ഒക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. വീട്ടിൽ നിന്നിങ്ങനെ നോക്കിയുള്ള പരിചയം മാത്രമല്ല, ഞാനിന്ന് കുറച്ച് സമയം നോക്കാൻ വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടോ. കാരണം 5-6 ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങോട്ട് ഒന്നായിട്ട് വന്നിട്ട് ആരെങ്കിലും ഒരാളൊന്ന് വന്ന് കുത്തിയാൽ മതി. ഇതിലാണെങ്കിൽ ഒരു പോത്തും കുട്ടി കുത്തണ പോത്തും കുട്ടിയായിട്ടോ. അറിയാത്ത ആൾക്കാരൊക്കെ ഒന്ന് കണ്ടാൽ അവരുടെ അടുത്തേക്ക് ഒന്ന് വരും കേട്ടോ. അങ്ങനെ ഇവർ ഇതാക്കണ നല്ല ഉഷാറായിട്ട് തിന്നുന്നുണ്ട്. അപ്പോൾ ഇവർ പുഴയ്ക്ക് ഇറങ്ങാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പോത്തും കുട്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെള്ളത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യമായിട്ടും ഞാൻ ഒന്ന് പതറിയിട്ടോ. കാരണം ആരെങ്കിലും ഒരാൾ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഓരോരുത്തരായിട്ട് അങ്ങനെ ഇറങ്ങി അക്കരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഏട്ടൻ്റെ വായയുള്ള ചീത്തയും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാനയക്കാതെ ഒരു വട്ടത്തിലിട്ട് അങ്ങനെ ആട്ടി തീറ്റിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേര സമയമായാൽ പിന്നെ പുഴയിൽ നല്ല രസമാണ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർക്ക് ആടുകൾ പൈക്കൾ പോത്തുകളായിട്ട് ഒരുപാട് ആൾക്കാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പോത്തുകൾ ആടുകളൊക്കെ ഇങ്ങനെ പുഴേൻ്റെ വക്കിനിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അതേപോലെ തന്നെ പുഴയിൽ വരുമ്പോൾ വൈകുന്നേരം ഇതാ അസ്തമയമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ ഇതാ കുറച്ച് സമയം ഇങ്ങനെ ആസ്വദിച്ചിട്ടോ. കാരണം നല്ല രസമാണ്. അക്കരമ്പിലും കുറേ പോത്തുകളുണ്ടാവും, ഇക്കരമ്പിലും പൈക്കൾ ആടുകൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ആദ്യമൊക്കെ പറഞ്ഞാൽ പുഴയിൽ വന്നിട്ട് കുളിക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ പുഴയ്ക്ക് വരാൻ. പുഴയ്ക്ക് വൈകുന്നേരം സമയമൊക്കെ ഇങ്ങനെ വരിക എന്നല്ലാതെ രാവിലെ കുളിക്കാനൊന്നും വരലില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് ഇപ്പോൾ പുഴയിൽ വന്ന് കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരും. അപ്പോൾ ലച്ചുമോൾ ഇതാ ഇവിടെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്. പുഴയിൽ കല്ലെറിയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ മണ്ണിൽ ഇങ്ങനെ കളിച്ചപ്പോഴാണ് ചെറിയൊരു തവള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
അവൾ വേറെ എന്താണോ എന്ന് വിചാരിച്ചാണ്ട് അവൾ ചാടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് അതൊരു ചെറിയൊരു തവളേൻ്റെ കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതിനെ പുഴയ്ക്ക് ആട്ടാൻ നോക്കിയപ്പോഴേക്കും തവള എന്താട്ടി ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഴിക്ക് അങ്ങോട്ട് ഓടിപ്പോയിട്ടോ. അങ്ങനെ കുറച്ച് സമയം പുഴയ്ക്ക് നോക്കി നിന്നപ്പോഴേക്കിനും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ലച്ചുമോള് ചളിയിലൊക്കെ കുളിച്ചിട്ട് ആകെ ഇതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുഴയിൽ നിന്ന് തിരിച്ചു പോയത്. വീട്ടിലെത്തി കഴിഞ്ഞ് ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ലച്ചുമോളെയും കൊണ്ട് മമ്പാട് വന്നിട്ടുണ്ട്. അപ്പോൾ ലച്ചുമോൾക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അവൾ ഇതാ ഓരോന്ന് നോക്കുന്നുണ്ട്, അവൾക്ക് പറ്റിയ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ചെരുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളൊക്കെ കണ്ടപ്പോൾ അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നിട്ടോ. അങ്ങനെ ലച്ചുമോൾക്ക് ചെരുപ്പൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.